നമസ്കാരം. കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വാരിക്കോരി വാഗ്ദാനം നൽകിയ കോൺഗ്രസ് അവ നടപ്പാക്കാതെ നട്ടം തിരിയുന്ന സാഹചര്യത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവർക്ക് 1 ലക്ഷം രൂപ നൽകുമെന്ന് ഗ്യാരണ്ടി കാർഡ് അടിച്ചു നൽകിയത്. ഇതേ തുടർന്ന് സ്ത്രീകൾ വലിയ സമരത്തിലാണ്. അതിനു പിന്നാലെയാണ് ഹിമാചലിൽ ഭരണം പിടിക്കാൻ നടത്തിയ എല്ലാവർക്കും വൈദ്യുതി സൗജന്യം എന്ന വാഗ്ദാനം പൊട്ടിപ്പൊളിയുന്നത്. അത് നടപ്പിലാക്കിയെങ്കിലും ഇപ്പോൾ അത് അവസാനിപ്പിച്ച വാർത്തയാണ് പുറത്തുവരുന്നത്. നികുതിദായകർ ഉൾപ്പെടെ എല്ലാ കുടുംബങ്ങൾക്കും ഈ ആനുകൂല്യം നേരത്തെ നൽകിയിരുന്നു. പുതിയ നയപ്രകാരം ആദായ നികുതി അടയ്ക്കുന്ന കുടുംബങ്ങൾക്ക് പ്രതിമാസം 125 യൂണിറ്റ് സൗജന്യ വൈദ്യുതിയുടെ ആനുകൂല്യം ഇനി ലഭിക്കില്ല. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കാരണം എന്ന ന്യായമാണ് കോൺഗ്രസ് പറയുന്നത്. വൈദ്യുതി ജീവനക്കാരുടെ ശമ്പളം പോലും നിറവേറ്റാൻ സംസ്ഥാനം ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ സബ്സിഡിയുടെ സാമ്പത്തിക ബാധ്യത താങ്ങാനാകാത്തതാണെന്ന് കോൺഗ്രസ് വിശദീകരിച്ചു. ഇത് കാരണം ആദായ നികുതി അടയ്ക്കുന്ന കുടുംബങ്ങൾക്കുള്ള സബ്സിഡികൾ നീക്കം ചെയ്യേണ്ടി വന്നു. ഹിമാചൽ പ്രദേശിലുടനീളമുള്ള ഏകദേശം 1.4 ദശലക്ഷം കുടുംബങ്ങൾക്ക് 125 യൂണിറ്റ് സൗജന്യ വൈദ്യുതി നൽകുന്ന പദ്ധതി ജയറാം താക്കൂറിന്റെ നേതൃത്വത്തിൽ മുൻ BJP സർക്കാർ അവതരിപ്പിച്ചിരുന്നു. താമസക്കാർക്ക് ആശ്വാസവും പിന്തുണയും നൽകാനുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ആ നീക്കം. നിലവിലെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത സാമ്പത്തിക ബാധ്യതയാണ് കോൺഗ്രസ് സർക്കാർ ഇപ്പോൾ ഈ സബ്സിഡിയെ വിശേഷിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.